പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചുട്ട മറുപടിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ 2002 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പ്രസംഗങ്ങളിലൂടെ കലാപത്തിനു പ്രേരണ നൽകിയയാളാണോ താങ്കളെന്ന് ഖാർഗെ വിമർശിച്ചു. മോദി സർക്കാരിന്റെ 10 വർഷം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പുറത്തിറക്കിയ കറുത്ത പത്രത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു പരാമർശം. താങ്കൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ സമയത്ത് സംസ്ഥാനത്തിന് നികുതിയുടെ 50% ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി. അത് ഗുജറാത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ ജനങ്ങൾ നികുതി നൽകരുതെന്നു വരെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തയാളാണു താങ്കൾ. കേന്ദ്രത്തിന് 48,600 കോടി രൂപ നികുതി ഇനത്തിൽ നൽകിയിട്ടും ഗുജറാത്തിന് ലഭിച്ചത് 2.5%മാണെന്നായിരുന്നു പറഞ്ഞത്. ഇതേ കാര്യം പ്രതിപക്ഷമാണ് പറഞ്ഞിരുന്നെങ്കിൽ ദേശദ്രോഹികളാണെന്ന് ആക്ഷേപിക്കുമായിരുന്നു താങ്കൾ. രാജ്യത്തെ വിഭജിക്കുകയാണെന്ന് ആരോപിക്കുമായിരുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. താങ്കൾ എന്താണ് ചെയ്തത്? എപ്പോഴും രാജ്യത്തെ വിഭജിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കലാപത്തിന് പ്രേരണ നൽകിയയാളാണു താങ്കൾ. പ്രസംഗങ്ങളിലൂടെ കലാപത്തിന് പ്രേരണ നൽകി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താങ്കൾ എന്താണ് ചെയ്തത്? ഖാർഗെ വിമർശിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മോദി സർക്കാരിന് കീഴിലുള്ള തൊഴിലില്ലായ്മ, ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് 10 സാൽ അന്യായ് കാൽ എന്ന പേരിൽ കോൺഗ്രസ് കറുത്ത പത്രം പുറത്തിറക്കിയത്. UPA കാലത്തെ രാജ്യത്തെ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള ധവളപത്രം മോദി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. BJP ഒരു കാലത്തും സംസാരിക്കാത്ത തൊഴിലില്ലായ്മയാണ് കോൺഗ്രസ് ഉയർത്തുന്നതെന്ന് പ്രകാശന ചടങ്ങിൽ ഖാർഗെ പറഞ്ഞു. രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 411 MLA-മാരെയാണ് BJP റാഞ്ചിയത്. നിരവധി കോൺഗ്രസ് സർക്കാരുകളെ അട്ടിമറിച്ചു. അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. കേരളം, കർണാടക, തെലങ്കാന ഉൾപ്പെടെയുള്ള BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്രം വിവേചനം തുടരുകയാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.